സാർ നമസ്കാരം. നമസ്കാരം സാർ, ഞാനൊരു ഓഡിയോ ക്ലിപ്പിംഗ്സ് ഞാൻ കേൾപ്പിക്കുകയാണ്. അതൊന്ന് കേട്ടതിന് ശേഷം നമുക്കൊന്ന് തുടങ്ങാം. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം കേരള ചരിത്രത്തിൽ രണ്ടാമതായി സീറോ മലബാർ സഭയിൽ നിന്നും ക്യാബിനറ്റ് റാങ്കിലേക്ക് 4 സഭാവിശ്വാസികൾ, അന്ന് എൻ്റെ അപ്പച്ചനുൾപ്പെടെ മാണി സാറും KC ജോസഫ് സാറും അതുപോലെ ചീഫ് വിപ്പായിട്ട് ആദ്യം PC ജോർജും പിന്നീട് തോമസ് ഉണ്ണിയാട്ടമായിരുന്നെങ്കിൽ കേരള ചരിത്രത്തിൽ രണ്ടാമതായിട്ടാണ് 4 പേര് നമ്മുടെ ക്യാബിനറ്റ് റാങ്കിൽ വരുന്നത്. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി 14 MLA ഈ സഭയിൽ നിന്നും നമ്മുടെ അസംബ്ലിയിൽ വന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. സാർ, ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് കേട്ടല്ലോ സാർ, അങ്ങേക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, ഈ കേരളത്തിലുള്ള ജനങ്ങൾ, ഞാൻ കഴുത എന്ന് വിളിക്കാൻ പാടില്ല, എല്ലാവരും ബുദ്ധിമാരായിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഈ കേരളത്തിലുള്ള ജനങ്ങളോട്, അതായത് മതം നോക്കാതെ സംസാരിക്കേണ്ട നമ്മളുടെ ചീഫ് വീപ്പ് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ്. സീറോ മലബാർ സഭയിൽ 14 MLA-മാരും 4 ക്യാബിനറ്റും കിട്ടിയിരിക്കുന്നു. സീറോ മലബാർ സഭ ഇനി നേതൃത്വത്തിൻ്റെ മുന്നിൽ, അതായത് ഒരു UDF 102 സീറ്റ് നേടിയ സ്ഥലത്ത് അതിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള ആൾക്കാരാണ് ഇത് പറയുന്നത് സീറോ മലബാർ സഭ എന്ന്. ഈ വോട്ട് ചെയ്തവരെല്ലാവരും സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തതാണ്. ഇവൻ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് സീറോ മലബാർ സഭയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്, സീറോ മലബാർ സഭയുടെ ആൾക്കാരാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഈ ജനങ്ങളോട് വോട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ചീഫ് വീപ്പ് ഉണ്ടാകുമായിരുന്നു. എനിക്കറിയില്ല. അങ്ങയുടെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങ് ഈ വീഡിയോയും കണ്ടതാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ശ്രീ അബു ജോസഫ് മന്ത്രി PA ജോസഫിൻ്റെ മകനാണ്. അബു ജോസഫ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം ഞാൻ കണ്ടതാണ്. ഇപ്പോൾ കേട്ടതല്ലോ, ഇത് കേട്ടതാണ്. അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പിങ്ങും ഉണ്ടായിരുന്നു. അതിൽ ഈ അച്ഛന്മാർ നിറഞ്ഞു നിന്ന, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ഒരു സദസ്സിൽ സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ സീറോ മലബാർ സഭയ്ക്ക് 4 ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആളുകളെ, ചുമതലക്കാരെ ലഭിച്ചിരിക്കുന്നു, 14 MLA-മാരെ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ കേരള ഗവൺമെൻറ് നിർണായകമായ സ്വാധീനം ചെലുത്തത്തക്ക വിധത്തിൽ സീറോ മലബാർ സഭ മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇവിടെ 2 കാര്യമാണുള്ളത്. ഒന്ന്, ഈ സീറോ മലബാർ സഭ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സീറോ മലബാർ സഭ മത്സരിച്ചിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ അതാ അങ്ങോട്ട് ചോദിക്കുന്നത്. അതാ, സീറോ മലബാർ സഭ മത്സരിച്ചിട്ടില്ല. മത്സരിച്ചത് വിവിധ പാർട്ടികളുടെ മേൽവിലാസത്തിലാണ്. അപ്പോൾ ഈ 4 ക്യാബിനറ്റ് റാങ്കുള്ള ഈ സീറോ മലബാർ സഭ ആളുകൾ ആരായിരുന്നു അദ്ദേഹം പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരുന്നില്ലേ. ശരിക്കും അദ്ദേഹം കുറച്ചുകൂടെ പൂർത്തിയാക്കണമായിരുന്നു. 14 MLA-മാരുണ്ടെന്നും പറയുന്നില്ലേ, അവർ ആരൊക്കെയാണ് അതുകൂടെ അദ്ദേഹം പറയണമായിരുന്നു. ഇത് നമ്മുടെ സംസ്ഥാനം മതേതരത്വം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് എനിക്ക് ഒരു പൗരൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങക്ക് മതേതരത്വം എന്ന നിലപാടിൽ അങ്ങ് ഇപ്പോഴും നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ ചീഫ് വിപ്പിനോട് ഒരു വിശദീകരണം ചോദിക്കേണ്ടതാണ്. അതായത് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് രതീഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്റ്റേറ്റ്മെൻറ്റ് വെള്ളാപ്പള്ളി നടേശനായിരുന്നു നടത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ ഭൂകമ്പം ഉണ്ടാകുമായിരുന്നു. ഭൂകമ്പമോ? അതിതീവ്രമായിട്ടുള്ള, അതായത് കേരളം ലജ്ജിക്കുന്നു എന്ന് വരെ പറഞ്ഞ് കേരളത്തെ തരം താഴ്ത്തുന്നതിലുപരി അദ്ദേഹത്തിൻ്റെ മാനഹാനി എല്ലാം ഉണ്ടാക്കിയെടുത്തതിന്, അദ്ദേഹത്തിന് മാത്രമല്ല വേറൊരു സമുദായ നേതാവാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു സാമുദായിക നേതാവാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് പറയുന്ന പോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. വെള്ളാപ്പള്ളിയാണ് പറഞ്ഞതെങ്കിൽ അങ്ങൊന്ന് പറയും, അതെന്തായിരിക്കും സംഭവിക്കാൻ പോണത്? വെള്ളാപ്പള്ളി ആയിരുന്നെങ്കിൽ പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതും, സാംസ്കാരിക നായകന്മാർ സടകുടഞ്ഞെണീക്കും, ചിലർ ഞെട്ടൽ പ്രകടിപ്പിക്കും, ചിലർ ഖേദം പ്രകടിപ്പിക്കും. മതേതരത്വം വെള്ളാപ്പള്ളി കേരളത്തിൽ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാകുമായിരുന്നു. ആർക്കൊന്നും പറയാനില്ല, എല്ലാവരും നിശബ്ദരാണ്. ഇത് നഗ്നമായ സ്വജനപക്ഷപാതമാണ്. ഒരിക്കലും ചീഫ് വിപ്പ് അത് പറയാൻ പാടില്ലായിരുന്നു. തീർച്ചയായും ഈ ചീഫ് വിപ്പ് അദ്ദേഹം യാത്ര ചെയ്യുന്നതിൻ്റെ പണം സർക്കാർ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്, അദ്ദേഹത്തിന് ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്. അതിൽ സീറോ മലബാർ സഭയുടെ ശമ്പളം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഇത് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. സീറോ മലബാർ സഭയിലെ ഒരു പുരോഹിതന്, ആർച്ച് ബിഷപ്പ് ആർക്ക് വേണമെങ്കിലും പറയാം, അവർക്ക് സീറോ മലബാർ സഭയാണ് ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ അബു ജോസഫ് എന്ന് പറയുന്ന ചീഫ് വിപ്പിന് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് താൻ ഇവിടെ ഇരിക്കുന്നത് സീറോ മലബാർ സഭയുടെ ആളായിട്ടാണ്. അദ്ദേഹം പറയുമ്പോൾ ആ സ്റ്റേജിൽ 4 മന്ത്രിമാരടക്കം ഇരിപ്പുണ്ട്. ഈ സീറോ മലബാർ സഭയിൽപ്പെടുന്ന മന്ത്രിമാരടക്കം, സണ്ണി ജോസഫ് പോലുള്ള വൈദ്യുതി മന്ത്രി അടക്കം, അതായത് KPCCയുടെ തലപ്പത്തിരിക്കുന്ന ആളടക്കം അതിന് ആ സീറ്റിലിരിപ്പുണ്ട്.
ആ സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ ജനങ്ങളോട്, സീറോ മലബാർ സഭയിലുള്ള അവിടെ ഇരിക്കുന്ന ജനങ്ങളോട് പറയുന്നു, ഇത് നമ്മളുടെ മന്ത്രിയാണ്, നമ്മളുടെയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ ഞാൻ വി ഡി സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അദ്ദേഹം പിന്നെ കേരള ഗവർണർ ഒരു വൈസ് ചാൻസലറെ വെച്ചപ്പോൾ, ഈ പറഞ്ഞ വൈസ് ചാൻസലർക്ക് എന്താണ് ആർ എസ് എസുമായുള്ള ബന്ധമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ഒരു ആർ എസ് എസ് ബന്ധം ആരോപിച്ച് അതിലെ ഖേദം പ്രകടിപ്പിക്കുകയും ഞെട്ടുകയും രോഷം പ്രകടിപ്പിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് ആർജവമുണ്ടെങ്കിൽ അബു ജോസഫിനെ പുറത്താക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മിനിമം അബു ജോസഫിനോട് നിർഭാഗ്യകരമായൊരു പ്രസ്താവനയാണ് ചീഫ് വിപ്പ് താങ്കൾ നടത്തിയത്. ഇത് മോശമായിപ്പോയി, ഇനിയും ഇത് ആവർത്തിക്കരുത് എന്ന് പറയാനുള്ള മതേതര ബോധം ശ്രീ വി ഡി സതീശനുണ്ടോ? പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഇയാളെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇനിയും രണ്ടാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇവിടെ അബു ജോസഫ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കേരള കോൺഗ്രസ് പിന്നെ ജോസഫ് ഗ്രൂപ്പിനെയാണ്. അതെ. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടി, ആ പാർട്ടി പ്രത്യേകതകളോട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വെറും കേരള കോൺഗ്രസ് അല്ല. ഈ കേരള കോൺഗ്രസുകളെ കുറിച്ച് രതീഷിന് അറിയാമല്ലോ. അറിയാം. 8 സീറ്റിലാണ് ഇവർ മത്സരിച്ചത്. 8 7 സർ? 8 സീറ്റ് മത്സരിച്ച് 7 സീറ്റിൽ ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ 7 MLA-മാരാണ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിനകത്തുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് ഞാൻ ധരിക്കുന്ന ഇവരെല്ലാം ഇനിയും സീറോ മലബാർ സഭക്കാരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം 14 MLA-മാരുണ്ടെന്നല്ലയോ അത് പറയുന്നത്, ചീഫ് വിപ്പ് പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ കേരള കോൺഗ്രസ് എന്നുള്ളത് മാറ്റിയിട്ട് സീറോ മലബാർ സഭാ കോൺഗ്രസ് എന്നാക്കുന്നതല്ലേ നല്ലത്? എന്തിനാ കേരള കോൺഗ്രസ്? അതിൻ്റെ കേരളത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? വളരെ പച്ചയായ, വളരെ നഗ്നമായ വർഗീയത പറഞ്ഞിരിക്കുകയാണ് ആ ചെറുപ്പക്കാരനായൊരു ചീഫ് വിപ്പ്. ഈ ചീഫ് വിപ്പിൻ്റെ മന്ത്രിസ്ഥാനം വന്നാൽ എന്തായിരിക്കും? വിവരമില്ലായ്മയാണോ സാറേ? വിവരമില്ലായ്മ. ഇതിൽ മന്ത്രിസ്ഥാനം വന്നതെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ആ സീറ്റിൽ അവിടെ 3 4 മന്ത്രിമാർ അവിടെ ഇരിപ്പുണ്ട്. UDFൻ്റെ 3 4 മന്ത്രിമാർ, ഉന്നതിയിലിരിക്കുന്ന മന്ത്രിമാർ അവിടെ ഇരിപ്പുണ്ട്. അവർ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അവരെങ്കിലും അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടേ? അപ്പോൾ ഇദ്ദേഹം മന്ത്രിയായാലും അവിടെ ഇരിക്കുന്ന മന്ത്രിമാരെല്ലാവരും ഇത് തന്നെയാണ് മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ഞങ്ങൾ സീറോ മലബാർ സഭയുടെ ആണ്, നമ്മൾ കേരളത്തിൻ്റെ മന്ത്രിയല്ല, വോട്ട് ചെയ്ത ഹിന്ദുക്കളും മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണ് എന്ന് തെളിയിച്ചുകൊണ്ടല്ല അദ്ദേഹം ഇരുന്നത്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാലേ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ? കാരണം ഈ അബു ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ കേരള കോൺഗ്രസിനകത്ത് വന്ന് ചീഫ് വിപ്പ് ആകാനുള്ള യോഗ്യത എന്ത്? ഒറ്റ യോഗ്യത PA ജോസഫിൻ്റെ മകനാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചീഫ് വിപ്പിനെ അവരെടുക്കുകയായിരുന്നെങ്കിൽ സീനിയോറിറ്റി നോക്കിയെടുത്താൽ, കഴിവ് നോക്കിയെടുത്താൽ, ട്രാക്ക് റെക്കോർഡ് നോക്കിയെടുത്താൽ തോമസ് ഉണ്ണിയാടൻ MLA ആണ് ചീഫ് വിപ്പ് ആക്കേണ്ടത്. എന്താ കാരണം വെച്ചാൽ കോട്ടയം ജില്ലയ്ക്ക് വെളിയിൽ പോയി നിന്ന് ഒരു സ്ഥലത്ത് ജയിച്ച ആളാണ് തോമസ് ഉണ്ണിയാടൻ. ഉണ്ണിയാടൻ നല്ല മതേതര മുഖമുള്ള ഒരാളാണ്. അദ്ദേഹം നേരത്തെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സിലായിരുന്നു. അദ്ദേഹമായിട്ട് എനിക്കറിയാം. നന്നായിട്ട് സംസാരിക്കുന്ന ആളായിട്ട്, നന്നായിട്ട് പെരുമാറുന്ന ആളാണ്, അത്യാവശ്യം വിശാലമായി ചിന്തിക്കുന്ന ഒരാളുമാണ്. ആ ഉണ്ണിയാടനെ മാറ്റി നിർത്തിയിട്ടാണ് വളരെ ഇടുങ്ങിയ മനോഭാവമുള്ള പച്ചയ്ക്ക് വർഗീയത പറയുന്ന അബു ജോസഫിനെ ഇവിടെ ചീഫ് വിപ്പ് ആക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്ന 14 MLA-മാരെയും 4 ക്യാബിനറ്റ് റാങ്കുള്ളവരെയും കൂടാണ്. എത്ര നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ചീഫ് വിപ്പിൻ്റെ പ്രസംഗം എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ വിലയിരുത്തുന്നു, ഇത് കേരളത്തോട് പറയണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാവുന്നതോ ഇതൊരു വിഷയമായിട്ടൊക്കെ നിയമസഭയിൽ ചോദിക്കാൻ കഴിയുന്നത് നമ്മുടെ BJPക്കാണ്. ഭാഗ്യവശാൽ BJPക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അതിനുള്ള അവരിതൊന്നും ശ്രദ്ധിക്കുകയോ അത് പറയുകയോ ചെയ്യും. ഇപ്പോൾ അവർ അഴിമതിയിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് പോകണ്ട. കാരണം അത് അഴിമതിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം അതിനകത്ത് തന്നെ കൊടി വാങ്ങിയതിനും കൊടി കെട്ടിയതിനൊക്കെ അഴിമതിയാണ്. അത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവർ നോക്കട്ടെ. അവിടെ ആദ്യമായി തിരക്ക് പിടിച്ച് പോകുന്നതിനിടയിൽ അവരെങ്ങോട്ട് കയറി വരും, നിയമസഭയിലേക്ക് കയറി വരുന്നൊന്നും തോന്നുന്നില്ല. അവിടെ 3:30 അവിടെ ഇരുന്നോട്ടെ സാർ. നമുക്കിപ്പോൾ നോക്കേണ്ടത് ഇത് ഏറ്റവും കൂടുതൽ, അതായത് ഈ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരു ചീഫ് വിപ്പാണ്. അത് ഒരു ചെറുപ്പക്കാരൻ, അങ്ങ് പറഞ്ഞ പോലെ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇനി വളർന്നു വന്ന് വലിയ നേതാവാകേണ്ട ഒരാളാണ്. ഇദ്ദേഹം വലിയ നേതാവാകുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ എവിടെയൊക്കെ ആയിരിക്കും? ഇവിടെ മൊത്തം വർഗീയത കൊണ്ട് നിറയുന്ന ഒരു കേരള സംസ്ഥാനമായി മാറുകയല്ലേ. വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ്, അതിൻ്റെ പാർട്ടി പേര് മുസ്ലിം ലീഗ് എന്നാണ്, അവരുടെ കൊടി പച്ചക്കൊടിയാണ്, അവരുടെ ചിഹ്നം ഏണിയാണ്.
അത് സ്വാഭാവികമായിട്ട് വർഗീയതയില്ല, ഞങ്ങൾ മതേതരത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ എവിടെയാണ് സാർ ഇവിടെ കേരളത്തിൽ മതേതരത്വം ഇല്ലാത്തത്? അല്ല, അതിനകത്ത് എനിക്ക് വ്യത്യാസം അഭിപ്രായമുള്ളത്, ഇപ്പം പിന്നെ രതീഷ് പറഞ്ഞത് മുസ്ലിം ലീഗ്, പേര് മുസ്ലിം ലീഗ് എന്നല്ലേ, അതെ, അവരുടെ കൊടിയുടെ തറ എന്തും ആയിക്കോട്ടെ. ഇവിടെ പ്രശ്നം മുസ്ലിം ലീഗ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട പാർട്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയാം, വെറുതെ പറയുന്നല്ല. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൂത്തുപറമ്പിൽ ഈ രക്തസാക്ഷി ഉണ്ടായ കൂത്തുപറമ്പിൽ മത്സരിച്ചത് ജയന്തി രാജൻ എന്ന് പറയുന്നൊരു സ്ത്രീയാണ്, ഒരു ഹിന്ദു സ്ത്രീയാണ്. 1200 വോട്ടിൻ്റെ നിസാര വോട്ടിനാണ് RJDയുടെ ഒരാൾ ഈ ജയന്തി രാജനെ തോൽപ്പിച്ചത്. അവർ സീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് നേരിട്ടറിയാവുന്നത് കൊല്ലം ജില്ലയിലും മുഖത്തല ഗ്രാമപഞ്ചായത്തിൽ അവിടുത്തെ വൈസ് പ്രസിഡൻറ്റ് കേരള ലീഗിൻ്റെ പിന്നെ നോമിനിയാണ്. ലീഗിൻ്റെ നോമിനിയിൽ 10-25-30 പേര് അവരുടെ വിവിധ പഞ്ചായത്തുകളിലെ ഹിന്ദുക്കളുണ്ട്. അപ്പം മുസ്ലിം ലീഗ് ഞാൻ കുറഞ്ഞ പക്ഷം ഒരാളെ മത്സരിപ്പിച്ചില്ലേ, കുറഞ്ഞ പക്ഷം ഒരാളെ മത്സരിപ്പിക്കാനുള്ള ധൈര്യം ലീഗ് കാണിച്ചില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിനേക്കാൾ എത്രയോ മുസ്ലിം ലീഗ് എന്ന പേരുണ്ടാവുകൊണ്ട് മുസ്ലിം ലീഗിനെ മോശമായിട്ട് അത് ലീഗിനകത്ത് വർഗീയതയില്ലെന്നല്ല ഞാനീ പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ പേര് മുസ്ലിം ലീഗ് എന്നാണ്, കേരള കോൺഗ്രസിൻ്റെ പേര് കേരള കോൺഗ്രസ് എന്നാണ്. പക്ഷേ ലീഗിന് ഒരു അമുസ്ലിമിനെ മത്സരിപ്പിക്കാനുള്ള ഒരു മനോഭാവം അവർക്ക് തോന്നിയില്ലേ? പക്ഷേ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് അത് തോന്നുമോ? തോന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അബു ജോസഫിൻ്റെ അപ്പച്ചൻ സാക്ഷാൽ PA ജോസഫ് കേരളത്തിലെ മന്ത്രിയായിരുന്നു. അന്ന് സ്കൂളുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഈഴവ സമുദായത്തിനോട് വിവേചനം കാണിച്ചു എന്ന് പറഞ്ഞ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ PT തോമസും PJ ജോസഫുമായിട്ട് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ തൊടുപുഴ ചെന്ന് അവിടെ പ്രചരണത്തിലേർപ്പെട്ട് PJ ജോസഫിനെ തൊടുപുഴ തോൽപ്പിച്ചു. PA ജോസഫിനെ തൊടുപുഴ തോൽപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. അത് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടാണ് പോയത്. ജോസഫിനെ തോൽപ്പിക്കും, ഞാൻ പോവും എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി അവിടെ പോയി തോൽപ്പിച്ചു. കാരണം അവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, ആ കാണിച്ച വിവേചനം വരെ ബോധ്യപ്പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്തതും അപ്പച്ചൻ ചെയ്തതും അതുതന്നെയാണ്. ഇതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. കേരള കോൺഗ്രസ് പലതുണ്ടല്ലോ. ഈ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം അബു ജോസഫിൻ്റെ പ്രസംഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കണം, പൊതുസമൂഹം പരിശോധിക്കണം. എന്താ കാര്യം വെച്ചാൽ 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2 മന്ത്രിമാരുണ്ടായിരുന്നു. ഒന്ന് PJ ജോസഫും, അദ്ദേഹം ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. മറ്റൊന്ന് പിന്നെ ധനമന്ത്രിയായിരുന്ന KM മാണി സാറും. KM മാണി സാറ് എത്ര മതേതരനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ KM മാണി സാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ജാതി പരിശോധിക്കണം, മതം പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു, നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പട്ടികജാതിക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അതൊരു സെക്കുലർ നേതാവായിരുന്നു KM മാണി സാറ്. അതുകൊണ്ടാണ് മാണി സാറിൻ്റെ കേരള കോൺഗ്രസ് കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറി. അതിൻ്റെ പേരും കേരള കോൺഗ്രസ് എന്നാണ്, ഇതിൻ്റെ പേരും കേരള കോൺഗ്രസ് എന്നാണ്. അബു ജോസഫ് പ്രതിനിധീകരിക്കുന്നതും കേരള കോൺഗ്രസ്സാണ്. KM മാണി സാർ പിന്നെ നേതൃത്വം നൽകിയതും കേരള കോൺഗ്രസിനെയാണ്. അതുപോലെ തന്നെ ആ കേരള കോൺഗ്രസിനെ എടുത്താൽ ആ കേരള കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതിൽ പിന്നെ നസീർ സലാം ആലപ്പുഴക്കാരനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാണ്. നേരത്തെ യൂത്ത് ഫ്രണ്ടിൻ്റെ ഏക വൈസ് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ യൂത്ത് ഫ്രണ്ടിൻ്റെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരാളാണ് മുഹമ്മദ് ഇക്ബാലിനെ പെരാമ്പ്രയിൽ നിർത്തി 2 പ്രാവശ്യം മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. അതുപോലെ തന്നെ കൊല്ലം ജില്ല കേരള കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് പഴുതാനത്ത് ബാലചന്ദ്രനാണ്. അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് അറയ്ക്കൽ ബാലകൃഷ്ണപിള്ളയാണ്. KM മാണി സാർ മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള ഹൗസിംഗ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. എന്നാൽ ആ കേരള കോൺഗ്രസ് ഒരു സെക്യുലർ കേരള കോൺഗ്രസ്സാണ്. 1964 മന്നത്ത് പത്മനാഭനും KM ജോർജും ബാലകൃഷ്ണപിള്ളയും മറ്റേ സഭയുടെ പിന്തുണയോടുകൂടി നായർ സർവീസ് സൊസൈറ്റിയുടെ പിൻബലത്തിൽ സ്ഥാപിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിൻ്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചത് മാണി സാറാണ്. മാണി സാറിൻ്റെ കേരള കോൺഗ്രസ് ഏതാണ്ട് സെക്യുലർ തന്നെയാണ്, ഏതാണ്ടല്ല സെക്യുലറായിരുന്നു. പക്ഷേ അത് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സിലേക്ക് വന്നപ്പോൾ ആ പാർട്ടിയിൽ കേരള കോൺഗ്രസ് ഇല്ല, കേരള ഇല്ല. അത് കത്തോലിക്ക സീറോ മലബാർ സഭയുടെ പാർട്ടിയായിട്ട് മാറി. അത് വളരെ നിർഭാഗ്യകരമായൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി തീർച്ചയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് ഗൗരവമായി എടുക്കണം.
അബു ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നഗ്നമായി ജാതി പറയുന്നത്, അതിനോട് ശ്രീ വി ഡി സതീശൻ കണ്ണടച്ചാൽ നാളെ കേരള സമൂഹം ചോദിക്കും, വേറെ ഒരാളിൻ്റെ പേരിൽ ബഹളമുണ്ടാകുമ്പോൾ, ഏതെങ്കിലും RSSൻ്റെ കാര്യത്തിലോ ഹിന്ദുക്കളുടെ കാര്യത്തിലോ ബഹളമുണ്ടാക്കാൻ വരുമ്പോൾ അത് കൈ ചൂണ്ടി വി ഡി സതീശനോട് ചോദിക്കും, അബു ജോസഫ് പ്രസംഗിച്ചപ്പോൾ സീറോ മലബാർ സഭയുടെ 4 ക്യാബിനറ്റ് റാങ്കുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, 14 MLA-മാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് എങ്ങനെ പ്രതികരിച്ചു എന്ന് ചോദിച്ചാൽ, അങ്ങ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആ ചൂണ്ടുന്ന വിരൽ ചോദിക്കുന്ന ആളിൻ്റെ നെഞ്ചത്തേക്ക് ഒരു വിരലും ചൂണ്ടത്തില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് മാത്രമായിരിക്കും വിരൽ ചൂണ്ടുന്നത്. ഇപ്പം നിയമസഭയിൽ പറയുമല്ലോ, നിങ്ങൾ എൻ്റെ പേരെ വിരൽ ചൂണ്ടുമ്പോഴേ ബാക്കി വിരലുകളൊക്കെ പ്രതിപക്ഷം അവരുടെ നെഞ്ചിന് നേരെ ചൂണ്ടുകാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സത്യമാണ്. പക്ഷേ അബു ജോസഫിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ എന്ത് നിലപാടെടുത്തു എന്ന് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ പൊതുസമൂഹത്തോടെ പറയേണ്ടി വരും. അങ്ങ് ഒരു മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അബു ജോസഫിനെ വിളിച്ച് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കണം. ഇതൊരു രോഗലക്ഷണമാണ്. ഈ രോഗലക്ഷണം ഇപ്പോൾ ചികിത്സിച്ചില്ലെങ്കിൽ താങ്കളത്തെ മറക്കരുത്, ശക്തമായ ഇതിന് തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ നടക്കട്ടെ. എന്തായാലും വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അബു ജോസഫ് തുണിപൊക്കി കാണിച്ചിരിക്കുകയാണ്. പറയാതെ പറയുക, അല്ലെങ്കിൽ പച്ചാക്കി വർഗീയത പറഞ്ഞ് തുണിപൊക്കി കാണിച്ചു. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഇത് നിർത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും FCRA പോലെയുള്ള നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അത്രയും നല്ലതല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും FCRA ഇതൊന്നും അല്ലേ തന്നെ നല്ലതാണ്. FCRA കൊണ്ടുവന്ന് ഇവിടെ നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ മൂടിവെക്കാൻ കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കി. ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജാതി മതഭേദമന്യേ പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ്, ഉന്നതിയിലിരിക്കുന്ന വ്യക്തികളാണ്, രാഷ്ട്രീയത്തിൻ്റെ ജനങ്ങൾ മനസ്സറിഞ്ഞ് വോട്ട് ചെയ്ത് അവിടെ വിട്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ വന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വർഗീയത പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരളം, ഈ കൊച്ചു കേരളം എവിടെ ചെന്ന് അവസാനിക്കും? അല്ലെങ്കിൽ ജാതി മതഭേദമന്യേ ഇല്ല, ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് എവിടെ ചെന്നു? അങ്ങ് പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയാണ് ഇത് പറഞ്ഞതെങ്കിൽ, സുകുമാരൻ നായരാണ് ഇത് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? എവിടെ ചെന്ന് അവസാനിക്കും? സ്വാഭാവികമായിട്ടും ഇതെല്ലാം അങ്ങ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. ഇനി മുഖ്യമന്ത്രി അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ ഇതുപോലെ അവസ്ഥകൾ ഇനിയും ഉണ്ടാകും. അന്ന് ഒരു വിരൽ ചൂണ്ടി മുഖ്യമന്ത്രി വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള വിരൽ മൊത്തം അദ്ദേഹത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ വർഗീയത പറയാതെ മുന്നോട്ട് പോട്ടെ. അത് നമുക്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ ഭരണം നടക്കട്ടെ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.